ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത. ഗജം, അശ്വം ഇവകളുടെ സേനകൾക്ക് ശേഷം രഥ സൈന്യത്തെ പറയുന്നു. ചക്രരാജ്യം എന്ന ശ്രീചക്രരഥത്തിൽ ആരൂഢയായി സർവവിധ ആയുധങ്ങളാലും പരിഷ്കൃതയായി വിളങ്ങുന്നവൾ. ചക്രരാജ ഗിരിചക്ര ഗേയചക്രാധി രഥചക്രഭേദങ്ങളിൽ ചക്രരാജം എന്ന ശ്രീചക്രം മറ്റെല്ലാത്തെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് മറ്റു ചക്രങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ചക്രരാജം. അതിനാൽ ചക്രരാജം ചക്രങ്ങളുടെ എല്ലാം ചക്രവർത്തിയാണ് എന്ന് പറയുന്നു. ദേവീ സാന്നിധ്യം കൊണ്ട് സദാ ജ്വലിക്കുന്ന ചക്രരാജം. ദേവിയുടെ രഥമാണ് ശ്രീചക്രം. 9 ആവരണങ്ങൾ, നവാവരണങ്ങൾ, 9 തട്ടുകൾ രഥത്തില്. ചക്രത്തിൽ 9 ആവരണമാണെങ്കിൽ നമ്മൾ സാധാരണ ദേവിക്ക് ഉത്സവത്തിന് ഒരു രഥം ഉണ്ടാക്കുമ്പോൾ 9 തട്ടിലാണ് ഒരു രഥം ഉണ്ടാക്കുക. രഥത്തിന് 10 യോജന ഉയരം, 4 യോജന വിസ്താരമാണ്. ശ്രീചക്ര മധ്യത്തിലെ സർവാനന്ദമയ ചക്രം എന്ന ആനന്ദരൂപമാണ് തേരിന്റെ ധ്വജമായ ആനന്ദധ്വജം. പാശാങ്കുശങ്ങൾ, കരിമ്പുവില്ല്, പുഷ്പബാണങ്ങൾ എന്നിവ ദേവതാ ശക്തി രൂപങ്ങൾ എടുത്ത് ദേവിയുടെ ചുറ്റും സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റെല്ലാ ആയുധവിശേഷങ്ങളും അതാത് ശക്തി ദേവതാ രൂപങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിൽ ഉപദേവതകളെ വെക്കുന്ന പോലെ വെച്ചിരിക്കുകയാണ്. യോദ്ധാക്കൾ സാധാരണ തൻ്റെ ആയുധങ്ങൾ ഏന്തി രഥത്തിൽ കയറുകയാണ് ചെയ്യുക. എന്നാൽ ദേവിയുടെ ആയുധങ്ങൾ ശക്തിദേവതാ രൂപങ്ങൾ എടുത്ത് താനേ അതാത് സ്ഥാനത്ത് ദേവിയുടെ ആരൂഢം കാത്ത് നേരത്തെ ആരൂഢരായി ഇരിക്കുകയാണ്. അവരാദ്യമേ നേരത്തെ വന്ന് ദേവിയെ കാത്തിരിക്കുകയാണ്. അല്ലാതെ ദേവി അവരെ എടുത്തിട്ട് കയറുകയല്ല സാധാരണ ഒരു യോദ്ധാവിനെ പോലെ. ആത്മജ്ഞാന പ്രാപ്തിക്കുള്ള സാധനങ്ങളാണ് ഈ ആയുധങ്ങൾ, ദേവിയുടെ ഈ ആയുധങ്ങളെല്ലാം. അവ ആദ്യം ശരീരസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശരീരരഥത്തിലെ സ്ഥാനം തേടി ആത്മജ്ഞാന പ്രാപ്തിക്ക് വേണ്ടി ആ ശരീരത്തെ, ആ രഥത്തെ സന്നദ്ധമാക്കുന്നു എന്നർത്ഥം. ചക്രരാജ്യം ഷഡ്ചക്രങ്ങളെ രഥാധാരമാക്കിയ ചക്രമാണ്. ചക്രരാജരഥത്തെ അഥവാ ഷഡാധാര ചക്രങ്ങളെ നിയന്ത്രിച്ച് ചക്രഭേദനം ചെയ്ത് കുണ്ടലിനിയുടെ ഉണർച്ച മുതൽ ബ്രഹ്മാത്മൈക്യപ്രാപ്തി വരെയുള്ള സർവഘട്ടത്തിലും സഹായമായി ഇരിക്കേണ്ട സമസ്ത ആയുധങ്ങളും ശക്തിസ്വരൂപങ്ങളായ സാധനാരൂപത്തിൽ, ശുദ്ധവിദ്യാരൂപത്തിൽ ഇരുന്ന് അവയാൽ അലങ്കൃതമായ പരിഷ്കൃതമായ ജീവനെ ബ്രഹ്മാത്മൈക്യപ്രാപ്തി എന്ന പരമലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അതിനുള്ള വാഹനമാണ് ആ ചക്രരാജം. ഇവിടെ യുദ്ധം എന്നത് ഒരു സാധാരണ യുദ്ധമല്ല, ഈ ജീവിതായോധനം തന്നെയാണ്. രഥം എന്നതിൻ്റെ അക്ഷരസംഖ്യ 27. അത് 27 നക്ഷത്രം തിരിച്ചിട്ടാൽ 72 മേളകർത്താരാഗം തന്നെ. അതിനെ 72 ഡിഗ്രി ഇൻറ്റു 5 5 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് 360 ഡിഗ്രി എന്ന ഈ വൃത്തത്തിലുള്ള സർവ ബ്രഹ്മാണ്ടവും. വേദത്തിൽ രാധസ് എന്ന് വിളിക്കുന്ന ശ്രീ ഐശ്വര്യം അതാണ്. ഈ രഥത്തിൽ ഇരിക്കുന്നു. വേദത്തിൽ ശ്രീ എന്ന് വിളിക്കുന്ന രാധസ് എന്നാണ് വേദത്തിൽ ആ വാക്കിന് പറയുന്നത്. ഐശ്വര്യത്തിന് ശ്രീ എന്നതിന് രാധസ് എന്നാണ് വേദത്തിൽ വാക്ക്. ഇതിന്റെ ആ ധ എന്നത് ധ എന്നാക്കി ഉച്ചരിച്ചതാണ് രാധ, കൃഷ്ണന്റെ രാധ. അപ്പൊ വേദത്തിലെ രാധസ്സാണ് ശ്രീകൃഷ്ണകാലത്തെ ഗോകുലത്തിലെ രാധ. ആ ഐശ്വര്യം അല്ലെങ്കിൽ ശ്രീ എന്നർത്ഥത്തിൽ ആ ചക്രരാജത്തിൽ ഇരിക്കുന്നവളാണ് ആ ദേവിയാണ്. 27 നക്ഷത്രം 360 ഡിഗ്രിയുടെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതാണ് ആ രഥം. അങ്ങനെ 27 നക്ഷത്ര ദേവതകൾ, 360 ഡിഗ്രി, 72 രാഗിണികൾ, 5 ഡിഗ്രി വീതമുള്ള 72 മേളകർത്താ രാഗങ്ങൾ ചേർന്ന ഈ മഹാപ്രപഞ്ചമാണ് ഇവിടെ ഇപ്പോ ചക്രരാജം.
ആ ചക്രരാജം എന്ന ശ്രീചക്രത്തിൽ, അതാണ് അവിടെ ഞാൻ ശ്രീ എന്ന വാക്കിന് വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വെൽത്ത് എന്നോ പ്രോസ്പെറിറ്റി എന്നോ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയാവണ വാക്കല്ല ശ്രീ. ആക്ച്വലി അത് അങ്ങനെയുള്ള ആ മഹത്തായ രാധസ്സിൽ, ആ രാധസ്സിൽ ഏറിക്കൊണ്ട് ഇരിക്കുന്ന സർവായുധ പരിഷ്കൃതയായ ആ ദേവി, ഈ ചക്രരാജത്തിന്റെ ഉള്ളിലാണ് മറ്റുള്ള എല്ലാം ഇരിക്കുന്നത്. അപ്പോ ഗേയചക്രം എന്ന് പറയുന്നത്, ഗേയചക്രം ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ ചക്രരാജത്തിന്റെ ഉള്ളിലിരിക്കുന്ന രഥമാണ് ഗേയചക്ര രഥം. അപ്പൊ ഗേയചക്ര രഥത്തിൽ ആരൂഢയായത് ആരാണ്? മന്ത്രിണി. ദേവിയുടെ ഏറ്റവും അടുത്ത ആളാണ് മന്ത്രിണി. മന്ത്രിണി നേരത്തെ പറഞ്ഞു ഞാൻ, മന്ത്രിക്കാൻ കഴിയുന്നവൾ, മന്ത്രാലോചന ചെയ്യുന്നവൾ, ബ്രാഹ്മണ്യമാണ് അവൾക്ക് പ്രധാനമായിട്ട്. ആ മന്ത്രിണിയുടെ മറ്റൊരു പേരാണ് ശ്യാമളാദേവി. ആ മന്ത്രിണി എന്ന ശ്യാമളാദേവിയാൽ പരിസേവിക്കപ്പെട്ട് ആ ദേവി കയറിയിരിക്കുന്ന രഥമാണ് ഗേയചക്രരഥം. കരിമ്പുവില്ലിൽ നിന്ന് മനഃശക്തി രൂപേണ മനന സാമർഥ്യത്തോടെ, മനന സാമർഥ്യം, അതാണ് മനന സാമർഥ്യത്തോടെ ദേവിയുടെ അംശമായി ജനിച്ചവളാണ് ശ്യാമള. അവൾക്ക് മനന സാമർഥ്യമുണ്ട്, മനഃശക്തിയാണ്, മനന സാമർഥ്യമുള്ളവളാണ് ശ്യാമള. കാർമേഘവർണ്ണമാണ് അവൾക്ക്, കൃഷ്ണനെ പോലെ കൃഷ്ണയാണ് അവള്. സംഗീതത്തിലാണ് ശ്യാമളയുടെ ജ്ഞാനം. അതുകൊണ്ടാണ് ഗേയചക്രത്തിൽ ഒരു കയ്യിൽ വീണ, ഒരു കയ്യില് കിളി, കൊഞ്ചണ കിളി, മധുരമായ വാക്ക്, ഗാനശക്തി, മനനശക്തി, ജ്ഞാനശക്തി, ഇവകളെ കൊണ്ട് മനവശീകരണ ശക്തിയുള്ള ദേവിയാണ് ആ മന്ത്രിണി. ദേവിയുടെ സാമ്രാജ്യത്തിന്റെ മുഴുവൻ നിർവഹണം നടത്തുന്ന മന്ത്രിണി പദവിയാണ് ഇവിടെ ശ്യാമളയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദേവിയുടെ പരിവാര ദേവതകളിൽ ചക്രവർത്തിനിയായ ദേവിക്ക് തൊട്ടടുത്ത സ്ഥാനം മന്ത്രിണിയായ ശ്യാമളയ്ക്കാണ്. സാമ്രാജ്യ നിർവഹണത്തിൽ രഹസ്യമായി പല വിഷയങ്ങളും ചക്രവർത്തിയും മന്ത്രിമാരും ചേർന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഇതിനാണ് മന്ത്രാലോചന എന്ന് പറയുന്നത്. സർവമന്ത്രങ്ങളും രഹസ്യമന്ത്രാലോചനകളാണ്. മനനം ചെയ്ത് അറിയേണ്ടവയാണ്. ഓരോ മന്ത്രവും മനനം ചെയ്ത് അറിയേണ്ട മന്ത്രമാണ്. അങ്ങനെ ആ മന്ത്രങ്ങൾക്കെല്ലാം നാഥയാണ് മന്ത്രിണി. അവൾ ചക്രവർത്തിനിക്ക് സാമ്രാജ്യ ഭരണത്തിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള മന്ത്രോപദേശം നൽകുന്ന ബ്രാഹ്മണി കൂടിയാണ്. അവളുടെ രഥനാമമാണ് ഗേയചക്രം. കേയ എന്നാണ് പ്രാകൃത ഭാഷയിൽ അതിന് ഉച്ചരിക്കുക. ഗേയ, ഗ എന്നുള്ള അക്ഷരം പ്രാകൃതമായ ഭാഷകളില്ലാത്തതുകൊണ്ട് കേയ എന്നാണ് പറയുക. ഇപ്പൊ നമുക്ക് അറിയാം, കേരള ചരിത്രത്തിലെ ചേതി രാജ്യത്ത് നിന്ന് വന്ന രാജാക്കന്മാരെ നമ്മൾ എന്താ വിളിക്കുന്നത്? കേയപ്പെരുമാൾ, അല്ലെ? കേയപ്പെരുമാൾ എന്നാണ് ചേതി രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയ പെരുമാക്കന്മാരെ കേരള ചരിത്രം വിളിക്കുന്നത്. കേയപ്പെരുമാൾ എന്നതിന്റെ സംസ്കൃത രൂപം ഗേയപ്പെരുമാൾ എന്നാണ്. ഗേയം എന്നാൽ പാടപ്പെട്ടത്, പുകഴ്ത്തപ്പെട്ടത്, സ്തുതിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പാടപ്പെടേണ്ടത്, പുകഴ്ത്തപ്പെടേണ്ടത്, സ്തുതിക്കപ്പെടേണ്ടത്, സുപ്രസിദ്ധമായത് എന്നാണ് അർത്ഥം. അങ്ങനെ ഗേയചക്രത്തിന് എത്രയാണ് തട്ട്? 7 സ്വരാണ് ഗേയചക്രത്തിന്. അത് 7 തട്ടുള്ള രഥമാണ്. നേരത്തെ പറഞ്ഞതിനേക്കാളും കുറഞ്ഞു. 9-ൽ നിന്ന് 7 ആയി. 7 ചക്രരാജ്യത്തിന് 9 ആണല്ലോ പറഞ്ഞത്, 9 തട്ട്. ഇവിടെ 7 സ്വരം, 7 തട്ട്. ഈ രഥം ഒന്ന് ചലിക്കുമ്പോഴേക്കും സംഗീതത്തിന്റെ ധ്വനി ഉയരും. ഗേയരഥം അല്ലെങ്കിൽ കേയരഥം എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ മലയാള ഭാഷയിൽ പാട്ടുരഥം. ഇതിൽ 7 സംഗീത യോഗിനികളാണ് ഇരിക്കുന്നത്. ശ്യാമളയുടെ കൂടെ 7 സംഗീത യോഗിനികൾ ഈ രഥത്തിൽ ഇരിക്കുന്നുണ്ട്. ഗേയമുഖ്യവും ചക്രാകാരവുമായ ഈ രഥത്തിൽ ഇരിക്കുന്ന ദേവിയെ ആരൂഢ ബുദ്ധിയിൽ വിഷയീകരിച്ച്, അതായത് നാഥാനുസന്ധാനം ചെയ്ത് മന്ത്രിണി അഥവാ മന്ത്രസിദ്ധിയോടുകൂടിയ ഒരു യോഗി അല്ലെങ്കിൽ യോഗിനികൾ, യോഗിനികൾ 7 യോഗിനികൾ സദാ പരിസേവിക്കുന്നു. തന്നെയും ദേവിയെയും അഭേദമായിട്ട് ധ്യാനം ചെയ്യുന്ന ഒരു സാധനയാണ് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധകരെ സംബന്ധിച്ചിടത്തോളം തന്ത്രരാജ്യത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മാർഗം നമ്മളെയും ദേവിയെയും ഒന്നായിട്ട് തന്മയീഭവിച്ച് എങ്ങനെ സാധന ചെയ്യണം എന്നത് ഗുരുമുഖത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം ഈ മന്ത്രിണി ദേവി ശബരിമലയിലെ മതംഗമുനിയുടെ മകളായിട്ട് ജനിച്ചു. ശബരിമലയിലെ ജ്യോതിഷ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 18 ജ്യോതിഷാചാര്യന്മാരിൽ ഒരാളായ മതംഗമുനി. ആ മതംഗനാണ്
ശബരിയുടെ ഗുരു അറിയാമല്ലോ, അദ്ദേഹം രചിച്ച സംഗീത ഗ്രന്ഥമാണ് ബൃഹദ്ദേശി എന്ന സംഗീത ഗ്രന്ഥം. ഈ മതംഗമുനിയുടെ മകളായിട്ട് ഒരു ജന്മത്തില് മന്ത്രിണി ദേവി ജനിച്ചത് കൊണ്ട് അവൾക്ക് മാതങ്കി, മതംഗകന്യ മനസാ സ്മരാമി എന്ന് നമ്മൾ ഈ മന്ത്രിണി ദേവിയുടെ രൂപത്തിലുള്ള ദേവിയെയാണ് നമ്മൾ സ്മരിക്കുന്നത്. മാതങ്കിയുടെ വേഷം ഒരു വനവാസി സ്ത്രീയുടേതാണ്. വനവാസി സ്ത്രീ എന്ന് പറഞ്ഞാല് അവള് കാതിങ്ങനെ നല്ലവണ്ണം കുത്തി ഞാത്തി അതിൽ ചുരുട്ടിയ പനയോല തിരുകി, അതിലാണ് കേരളീയർ പനയോലയിലാണ് എഴുതുക. നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും എഴുതാൻ പറ്റിയ ഓല പനയോല ആയതുകൊണ്ട് നമ്മൾ കേരളത്തിൽ അപ്പൊ പനയോല ചുരുട്ടിയിട്ട് കാത് നീട്ടി അതിൽ തോട അണിഞ്ഞിട്ടുണ്ട്. അവളുടെ വേഷം അതാണ്. കാട്ടുപൂക്കളെ കൊണ്ട് ശിരസിൽ ഒരു പുഷ്പാലങ്കാരമുണ്ട്. പിന്നെ മാതങ്കിയുടെ വീണയുടെ നാദം ഒന്നു മതി ശത്രുക്കളെ നശിപ്പിക്കാൻ. വീണയുടെ നാദം കൊണ്ട് അവൾ നശിപ്പിക്കും. ഹീലിംഗ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. മാതങ്കിയുടെ വീണ മാതങ്കി ഒന്ന് മീട്ടിയാലേ ശത്രുക്കളൊന്നൊക്കെ നശിക്കുന്നു. വളരെ എന്തൊരു ശബ്ദമായിരിക്കും അതല്ലേ, നശിപ്പിക്കുന്ന ഒരു ശബ്ദം കൂടി ഉണ്ട് മാതങ്കിയുടെ വീണയ്ക്ക്. അവളുടെ കയ്യിലെ കിളി അല്ലെങ്കിൽ ശുകം വേദസ്വരൂപമാണ്. ആ ശുകം, ആ വേദസ്വരൂപമായ ശുകം ശ്രുതിസ്വരൂപമാണ്. ശ്രുതിയും വേദവും ഒന്ന് തന്നെയാണ്. വേദാംശമായ ധനുർവേദത്തെ ചിത്രജീവം എന്ന വില്ലും അമ്പുമായി ആ ശുകം ആ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ശുഗമാണ് ധനുർവേദം ചിത്രജീവം എന്ന പേരിൽ ഉപദേശിച്ചു കൊടുത്തത്. ശ്യാമളാദേവിയുടെ കയ്യിലെ വീണയും ശുഗവും യന്ത്രിണി തന്ത്രിണി എന്ന ഇരു ശക്തികൾ ഉള്ളവയാണ്. വീണ ശുഗം രണ്ടും യന്ത്രവും തന്ത്രവുമാണ്. അതായത് യന്ത്രിണി തന്ത്രിണി ശക്തികൾ ഉള്ളതാണ് അത്. അതായത് മന്ത്രിണിയിൽ സകല മന്ത്ര യന്ത്ര തന്ത്രാദികളും സംഗീത വേദവും ധനുർവേദവും ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവൾ മന്ത്രിണി ആയിരിക്കുന്നത്. അതൊക്കെ അവളുടെ കയ്യിൽ ഉണ്ട്. ഇന്ദ്രിയവും മനസ്സും അടക്കി തെളിഞ്ഞ സാത്വിക ബുദ്ധിയിൽ ദേവീ മന്ത്രം മനനം ചെയ്യുമ്പോൾ മനസ്സ് തന്നെ ദേവീരൂപമായിട്ട് തന്മയീഭവിക്കുന്ന ദിവ്യാനുഭവം നമുക്ക് ലഭിക്കുന്നു. ഇതിന്റെ പേരാണ് മന്ത്രസിദ്ധി എന്ന്. മന്ത്രദ്രഷ്ടാവ് എന്നൊക്കെ പറയുന്നത് ഋഷിയായി, മന്ത്രദ്രഷ്ടാവായി എന്നൊക്കെ പറയുന്നത് ഈ മന്ത്രസിദ്ധി ലഭിക്കുമ്പോൾ നമുക്ക് താനേ ലഭിക്കുകയാണ് ഈ കഴിവുകളെല്ലാം. അതൊന്നും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ദേവിയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന കഴിവുകളാണ്. അങ്ങനെ മന്ത്രസിദ്ധി ലഭിച്ച ഉപാസകൻ മന്ത്രിണിയുമായി തന്മയീഭവിച്ച് അവളിലൂടെ മന്ത്രിണിയിലൂടെ വേണം ശ്രീവിദ്യ തന്മയത നേടാൻ. അങ്ങനെയല്ലാതെ സാധിക്കില്ല. അതാണ് അവിടെ ആ രണ്ട് നാമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് നാമങ്ങൾ ഇന്ന് മഹാനവമിയാണ്. മഹാനവമി നാളില് ഇത് മനസ്സിരുത്തിയിട്ട് കേൾക്കുന്നവർക്ക് ഈ ശക്തികളെല്ലാം ലഭിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വഹ്നിപ്രാകാരമധ്യഗ. കിരിചക്രത്തിൽ ആരൂഢയായ ദണ്ഡനാഥ എന്ന ദേവിയെ ഇനി പരാമർശിക്കുന്നു. കിരി അല്ലെങ്കിൽ കിടി എന്ന് പറഞ്ഞാൽ വരാഹം എന്നാണ് അർത്ഥം. വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. ഈ ദണ്ഡനീതി എന്ന് പറഞ്ഞാലോ അത് ശുക്രനീതിയാണ്. ദണ്ഡനാഥയുടെ തൊഴിൽ ദണ്ഡിക്കലാണ്, ശുക്രനീതിയാണ്. അവിടെ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ അല്ലെ. ദണ്ഡനീതി വരാഹിയുടെ പണിയാണ്. ഈ വരാഹത്തിന്റെ പണിയാണ്. ദേവിയുടെ പഞ്ചബാണങ്ങളിൽ നിന്നാണ് അവൾ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവളെ പഞ്ചമി എന്ന് വിളിക്കുന്നു. പഞ്ചമിയായ ദണ്ഡനാഥയുടെ ഏറ്റവും പ്രസിദ്ധമായ നാമമാണ് വാരാഹി എന്നത്. ഇവളാണ് ദേവിയുടെ സേനാധിപതി. അതുകൊണ്ടാണ് ദണ്ഡനാഥ എന്ന് വിളിക്കുന്നത്. ശിക്ഷിക്കലാണ് സേനാധിപതിയുടെ പണി. വളരെ വലിയ സുഖമുള്ള പണിയല്ല. കയ്യിൽ ഒരു ദണ്ഡിക്കാനുള്ള ദണ്ഡായുധം ധരിച്ചിട്ടുണ്ട്. ദണ്ഡ് ആരുടെ ആയുധം? യമന്റെ ആയുധമാണ് ദണ്ഡ് അല്ലെ. പക്ഷെ യമൻ എന്തിനാണ് ദണ്ഡം ധരിക്കുന്നത്? യമന് മറ്റൊരു പേര് ധർമ്മരാജൻ എന്നാണ്. ധർമ്മം നടത്താനാണ്. ഈ പ്രപഞ്ചധർമ്മമാണ്. ജന്മമൃത്യുക്കളിൽ മൃത്യു പ്രപഞ്ചധർമ്മം തന്നെയാണ്. ആ ധർമ്മം നടപ്പാക്കാനാണ് ദണ്ഡ് ധരിക്കുന്നത്.
ഈ തെക്കേ ഇന്ത്യയിലുള്ള രാജാക്കന്മാരെ മാത്രമാണ് ധർമ്മരാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. കാരണം തെക്കേ ദിക്ക് യമന്റെ ദിക്കാണ്. അപ്പൊ വാരാഹിയും യമനും ആ ദണ്ട് ധരിച്ച് ധർമ്മം നടത്തുന്ന, ചക്രം നടത്തുന്ന ആ സേനാധിപന്മാരായ നാഥന്മാരും ഒക്കെ സൗത്ത് ഇന്ത്യക്കാരാണ് എന്നാണ് പറയുന്നത്. അത് കാട്ടുപന്നിയെ പോലെ ബലശാലിനിയാണ് ആ വാരാഹി. വളരെ ബലമുള്ളവളാണ്. ദേവി മനസ്സിലൊന്ന് വിചാരിക്കുമ്പോഴേക്കും ആ വിചാരം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവളുമാണ്. ദേവിയുടെ മനസ്സിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ആ വിചാരം പറയുന്നതിന്റെ മുമ്പേ മനസ്സിലാക്കുന്നവളാണ്. അതുകൊണ്ട് വാരാഹിക്ക് മറ്റൊരു പേര് സങ്കേത എന്നാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട്, അതായത് സ്വന്തം സ്വാമിനിയുടെ സങ്കേതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവളാണ്. ആജ്ഞാചക്രേശ്വരി ദേവിയുടെ കൽപ്പനകൾ കൃത്യമായി നിറവേറ്റേണ്ട ചുമതല വാരാഹിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവൾ മനുഷ്യ ശരീരത്തിൽ ആജ്ഞാചക്രത്തിലിരുന്ന് തന്റെ ദണ്ഡനീതി നടപ്പാക്കുന്നവളാണ്. കിരിചക്രത്തിന് 5 തട്ടേ ഉള്ളൂ. അതിൽ യോഗിനികൾ ഇരിക്കുന്നുണ്ട്. കിരി എന്നതിന് കിരണങ്ങൾ അഥവാ സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ കിരണ സമൂഹം എന്നും അർത്ഥമുണ്ട്. ഈ കിരണ സമൂഹത്തിൽ ആജ്ഞാചക്രത്തിൽ ആരൂഢയായിട്ടാണ് കിരിചക്രരഥാരൂഢയായ ദണ്ഡനാഥ ഇരിക്കുന്നത്. ദണ്ഡനാഥനായ യമനാൽ സ്വാധീനപ്പെടുത്താൻ ആവാത്തവളുമാണ് ഈ ദണ്ഡനാഥ. യമന് അവളെ അടക്കാൻ സാധിക്കില്ല. കാലത്തെ പോലും ജയിച്ച കാലമാണ് അവൾ. കാലകാലനാണ് ദണ്ഡനാഥ. ദണ്ഡനാഥനെ ജയിച്ച ദണ്ഡനാഥ എന്ന് പറയുമ്പോ കാലനെ ജയിച്ച ആള് ശിവനാണല്ലോ അല്ലെ. അപ്പൊ ശിവരൂപമാണ് വാരാഹിക്ക് വാസ്തവത്തില്. വൈഷ്ണവ അവതാരങ്ങളില് വാരാഹി, നരസിംഹം ഇതിനൊക്കെ ശൈവ തേജസ്സാണ് കൂടുതൽ ശൈവ തേജസ്സോടു കൂടിയ വൈഷ്ണവാവതാരങ്ങളാണ്. യമനെ ജയിച്ച യമിയാണവൾ. ചിത്തത്തെ സംയമം ചെയ്തവളാണവൾ. ചിത്തത്തെ ശ്രീവിദ്യയിൽ ഏകാഗ്രമാക്കി നിർത്തി സംയമനം പാലിച്ച വ്യക്തികളെ യമന് പോലും തോൽപ്പിക്കാനാവില്ല. എന്തുകൊണ്ട്? അവർ അമൃതരായി കഴിഞ്ഞു. അവരുടെ കീർത്തി, വിവേകഖ്യാതി എങ്ങും പരന്നു കഴിഞ്ഞു. അവരെ യമന് പോലും തൊടാനാവില്ല എന്നർത്ഥം. ഇനി ജ്വാലാമാലിനി എന്ന നാമമുള്ള ഒരു ദേവിയാൽ ചുറ്റും നിർമ്മിക്കപ്പെട്ട അഗ്നിക്കോട്ട, അഗ്നിപ്രാകാരം എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട, അതിന്റെ മധ്യത്തിലാണ് അവൾ ഇരിക്കുന്നത്. ശ്രീചക്രത്തിൽ ദേവിയുടെ ഇരിപ്പിടമായ ബിന്ദുസ്ഥാനത്തെ ചുറ്റിയുള്ള ത്രികോണത്തിൽ ഓരോരോ വശത്ത് 5 പേര്, ഐവർ വീതം, ഐവർ മഠം എന്ന് പറയുന്ന പോലെ ഐവർ വീതം 5 പേര് വീതം 15 നിത്യകളുണ്ട്. നാശമില്ലാത്ത കാലാഗ്നി രൂപികളാണ് ഈ തിഥി നിത്യകൾ. ഇവരെ കാമേശ്വരി, ഭഗമാലിനി, നിത്യക്ലിന്ന, ഭേരുണ്ട, വന്യവാസിനി, മഹാവജ്രേശ്വരി, ശിവദൂതി, ത്വരിത, കുലസുന്ദരി, നിത്യ, നീലപതാക, വിജയ, സർവമംഗല, ജ്വാലാമാലിനി, ചിത്ര എന്നുള്ള 15 പേരാണ്. ഇവരുടെ നടുവിൽ ബിന്ദുവിൽ 16ാമത്തെ നിത്യയായിട്ടാണ് ദേവിയുടെ ഇരിപ്പ്. ശുക്ലപക്ഷത്തിൽ കാമേശ്വരി മുതൽ ചിത്ര വരെയും കൃഷ്ണപക്ഷത്തിൽ ചിത്ര മുതൽ കാമേശ്വരി വരെയും തിഥി നിത്യകൾ ആരാധിക്കപ്പെടുന്നു. ഇവരിൽ ജ്വാലാമാലിനി ശുക്ല ചതുർദശി നാളിലെ തിഥി നിത്യയായിട്ടും കൃഷ്ണദ്വിതീയയായിട്ടും ആരാധിക്കപ്പെടുന്നവളാണ്. ബണ്ഡാസുര യുദ്ധത്തിൽ ദേവിയുടെ സേനയ്ക്ക് ഒരുവിധ നാശവും വരാതിരിക്കാൻ ജ്വാലാമാലിനി 100 യോജന വിസ്താരവും 30 യോജന ഉയരവുമുള്ള ഒരു അഗ്നിക്കോട്ട അല്ലെങ്കിൽ ഒരു അഗ്നിപ്രാകാരം ചുറ്റുമുണ്ടാക്കിയതായിട്ട് ലളിതോപാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജ്വാലാമാലിനിക ശക്തി ത്രികോണങ്ങൾ 5നോട് ആക്ഷിപ്ത സാമരസ്യം പ്രാപിച്ച അഗ്നിപ്രകാരമാണ്. അഥവാ അഗ്നി രൂപമായ ശിവപരമായ 4 ത്രികോണങ്ങളാണ്. ഈ 9നും നടുവിൽ ബിന്ദുസ്ഥാനത്തിരിക്കുന്നതായും അർത്ഥം ഉണ്ട്. സൃഷ്ടിസ്ഥിതി ലയങ്ങളായ 3 തൊഴിലുകൾക്കും കാരണമായി ഇരിക്കുന്നു. അത് അവകളാൽ ബാധിക്കപ്പെടുന്നുമില്ല. അവകളുടെ കാരണമാണ്, പക്ഷെ അവകളാൽ ബാധിക്കപ്പെടുന്നില്ല. ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുന്ന പരാശക്തി. അകത്തും പുറത്തും, ശരീരത്തിന്റെ അകത്തും പുറത്തും, ബ്രഹ്മാണ്ടത്തിനകത്തും പുറത്തും, അതിന് അതീതമായ ബ്രഹ്മോർജ മണ്ഡലത്തിലും ഒരുപോലെ അഗ്നിജ്വാലാമാലകൾ അണിഞ്ഞ്, അഗ്നിജ്വാല ഇവിടെ ഊർജ്ജാണ്, ഊർജ്ജജ്വാലകളുടെ മാലകൾ അണിഞ്ഞ്
ഊർജസ്വരൂപമായി ചിച്ഛക്തി സ്വരൂപമായി ഇരുന്നിട്ടും ആ ചൂടുകൊണ്ട് സംഭവിച്ച നിരവധി ക്രിയകളെ കൊണ്ടോ ഊർജങ്ങളെ കൊണ്ടാണ് സർവ്വക്രിയയും നടക്കുന്നത്. ആ ക്രിയകളെ കൊണ്ട് ഒന്നും കൊണ്ടുമോ അല്ലെങ്കിൽ രൂപനാമങ്ങളെ കൊണ്ടോ ഒന്നും ലവലേശം ബാധിക്കപ്പെടാതെ നിർവികാരപരമായിട്ട് ഇരിക്കുന്ന ബ്രഹ്മസ്വരൂപിണിയാണ് ദേവി. അതാണ് ആ ചുറ്റും ആ അഗ്നിക്കോട്ടയുടെ ഉള്ളിലിരുന്നിട്ടും ഒന്നും സംഭവിക്കാതെ അങ്ങനെ ഇരിക്കുന്നവളാണ്. കരുമാരി ക്ഷേത്രത്തിൽ നമ്മൾ തീ മിതിക്കൽ അല്ലെങ്കിൽ അഗ്നി പരീക്ഷണം എന്നൊരു സാധനമുണ്ട് മനുഷ്യർക്ക്. രത്നങ്ങൾക്കും സ്വർണത്തിനും ഒക്കെ ഈ അഗ്നി പരീക്ഷണം ഉണ്ട് അല്ലേ? കലർപ്പുണ്ടോ എന്ന് നോക്കാനാണ്. നിങ്ങളുടെ ഉള്ളിൽ കലർപ്പുണ്ടോ എന്ന് നോക്കാനാണ് ആ അഗ്നി പരീക്ഷണം. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ അഗ്നി പരീക്ഷണങ്ങളും നിങ്ങൾ കലർപ്പുള്ള സ്വർണ്ണാണോ കലർപ്പ് ഇല്ലാത്ത സ്വർണ്ണാണോ എന്ന് അറിയാൻ തന്നെയാണ്. ആ ദുഃഖങ്ങളെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു, ഈ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അറിയാനാണ് വാസ്തവത്തിൽ അതെല്ലാം. അങ്ങനെ ഈ വക കാര്യങ്ങളെല്ലാം ജീവിതാനുഭവങ്ങളായാലും തീമിതിക്കലായാലും രത്നത്തിന്റെ സ്വർണത്തിന്റെ അഗ്നിപരീക്ഷണമായാലും ഒക്കെ ഈ അഗ്നിപരീക്ഷണങ്ങളെല്ലാം ഈ ജ്വാലാമാലിനികയുടെ ആ അഗ്നിപ്രാകാര മധ്യത്തിലിരിക്കുന്ന നമ്മുടെ ആ ദേവിയുടെ അനേക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ജൈനർക്കും ഈ ജ്വാലാമാലിനി ദേവിയുടെ ആരാധന ഉണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഒരു പ്രത്യേകത എന്നല്ലാതെ ഇതിനൊരു പ്രത്യേക മതം എന്ന് പറയാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് വാസ്തവത്തിൽ.